ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു അവക്കാഡോൻ്റെ ഡസ്റ്റ് ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അവക്കാഡോ വരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ പെയിൻ്റ് അടിക്കാൻ വേണ്ടി യെല്ലോയും ഗ്രീനുമാണ് എടുത്തത്. അപ്പോൾ ഞാൻ യെല്ലോ അടിക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ചെയ്തു വന്നപ്പോൾ ഞാൻ ഗ്രീൻ അടിച്ചു പോയി അറിയാതെ. രണ്ടും ഒരേപോലെ ഇരിക്കണം, പേസ്റ്റൽ ഷെയ്ഡ്സ് എന്നാണ്. പിന്നെ ഒരു ലൈന്, ഒരു കുറച്ച് ഭാഗം വിട്ടിട്ടുള്ള ലൈൻ വരയ്ക്കുക. ഫുള്ള് ഗ്രീൻ അടിച്ചു, യെല്ലോ അടിച്ചു കൊടുക്കുക. ഞാൻ ഗ്രീനാണ് അടിച്ചത്. പിന്നെ ആ ഒരു ഇപ്പോൾ നിങ്ങൾ യെല്ലോ ആണ് അടിച്ചെങ്കിൽ അതിൻ്റെ ഒരു ഡാർക്ക് കളർ അടിക്കുക. ഞാനിപ്പോൾ ഗ്രീനാണ് അടിച്ചത്, അതിൻ്റെ ഒരു ഡാർക്ക് കളറാണ് അടിച്ചേക്കണത്. എന്നിട്ട് സീഡിന് നമ്മൾ ബ്രൗൺ കളർ അടിക്കുക. പിന്നെ അവിടെ ചീക്സ് ഇല്ലേ, ബ്ലഷൊക്കെ ഇടുന്നവരെ കുറച്ച് ക്യൂട്ടാക്കാൻ വേണ്ടി അവിടെ ഞാൻ പിങ്ക് കളറും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പെയിൻ്റ് അടിച്ച സമയത്ത് ആ വായൻ്റെ അവിടെ നിന്നൊക്കെ ഞാൻ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്കും കൊണ്ടും കൂടി ഞാനൊന്നും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ രണ്ടെണ്ണമായിട്ട് വേണം ചെയ്യാൻ. എന്ന് വെച്ചാൽ ഒരു പേപ്പർ മടക്കിയിട്ട് വേണം നിങ്ങൾ പെയിൻ്റ് അടിക്കാനൊക്കെ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 പീസ് കിട്ടുമല്ലോ. അതിൽ നമ്മൾ ബാക്ക് സൈഡ് പെയിൻ്റ് അടിക്കാത്ത ഭാഗത്തിൽ നമ്മൾ ആ ഒരു ഡാർക്ക് കൊടുത്തില്ലേ, ഒരു ഡാർക്ക് കളറായിട്ട് നമ്മൾ ഔട്ട്ലൈൻ പോലെ കൊടുത്തില്ലേ, ആ കളർ ഫുള്ളായിട്ട് ബാക്കിൽ ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കുക. ഇതിങ്ങനെ തന്നെ ഒട്ടിക്കാനില്ല കേട്ടോ. എന്നിട്ട് നിങ്ങൾ നീളത്തിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അത് നമ്മുടെ അവക്കാഡോൻ്റെ സൈസിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാൻ അങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ പോയി. എന്നിട്ടാണ് ഓർത്തെ അവക്കാഡോൻ്റെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഒക്കെ വരുന്നിടത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെയിം തന്നെ അളവിൽ ഒരെണ്ണം കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നമ്മുടെ സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ആ 2 എണ്ണം നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കതിങ്ങനെ ബോക്സ് പോലെ നമുക്ക് അടയ്ക്കാനും തുറക്കാൻ അങ്ങനെയൊക്കെ കിട്ടും. അത് നമ്മൾ പശ തേച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെയുള്ള വീഡിയോസൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ പറയൂ, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മുടെ അവക്കാഡോ അതിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഫസ്റ്റ് ഒട്ടിക്കുന്ന ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് സൈഡും കൂടി ഇതിലോട്ടൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ സാധനം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഡെസ്കിൽ വയ്ക്കുക. പറ്റാറ്റ ബൈ, സീ യു.